ഹായ് ഹലോ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കുനാഫയുടെ റെസിപ്പിയാണ് കേട്ടോ. അറബികളുടെയൊക്കെ ഇടയിൽ ഫേമസ് ആയൊരു സ്വീറ്റ് റെസിപ്പിയാണ്. ഒരു ക്രീമി കുനാഫയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഇടയിൽ ഒരു ഫില്ലിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ കുനാഫ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ഒരു 500 ഗ്രാമിൻ്റെ കുനാഫ ഡോ എടുക്കുക. ഇതിൽ മുഴുവനായിട്ട് നമ്മൾ എടുക്കണില്ല, പകുതി മാത്രമായിട്ട് എടുക്കണുള്ളൂ. അങ്ങനെ പകുതി എടുത്തു കഴിഞ്ഞാൽ ബാക്കി പകുതി നമ്മൾ അടച്ച് മൂടി വെക്കണം കേട്ടോ ഫ്രീസറിൽ. അങ്ങനെ നമ്മൾ കുനാഫ എപ്പോഴാണോ ഉണ്ടാക്കുന്നത് അതിൻ്റെ ഒരു 2-3 മണിക്കൂർ മുമ്പ് തന്നെ ഫ്രീസറിൽ നിന്ന് പുറത്ത് വെക്കണം. എന്നാലാണ് നമുക്ക് കുനാഫ റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് ഈ കുനാഫ ഡോ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറേശ്ശെയായി മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ കത്രിക വെച്ചിട്ടോ കത്തി വെച്ചിട്ടോ നമുക്ക് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. അങ്ങനെ നമ്മൾ കുനാഫയുടെ ഡോയൊക്കെ കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 1/2 കപ്പ് ബട്ടർ ഉരുക്കിയത് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. ഉരുക്കിയിട്ട് ചേർത്ത് കൊടുക്കാവും ഏറ്റവും ബെസ്റ്റ്, അല്ലെങ്കിൽ കുഴച്ചെടുക്കാൻ ഭയങ്കര പാടായിരിക്കും കേട്ടോ. അങ്ങനെ ബട്ടർ ഉരുക്കിയത് ചേർത്തിട്ട് നന്നായി കുഴച്ചെടുക്കുക. അങ്ങനെ കുനാഫയുടെ ഡോ ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടുള്ള ഫില്ലിങ് എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം കേട്ടോ. അതിനായിട്ട് ഒരു ബൗളിലോട്ട് 2 ടീസ്പൂണ് മൈദയും 3 ടീസ്പൂണ് കോൺഫ്ലോറും പാലിൽ മിക്സ് ചെയ്തെടുത്ത് മാറ്റി വെക്കുക. കട്ടല്ലാതെ ഇളക്കി കൊടുത്ത് മാറ്റി വെക്കണം കേട്ടോ. അതിനുശേഷം ഒരു പാനിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് 2 ടീസ്പൂണ് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച കോൺഫ്ലോറിൻ്റെയും മൈദയുടെയും മിക്സ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. കൈവിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ നമുക്കിതൊരു കുറുകി വരുന്ന പാകത്തിലാകും. ആ സമയത്ത് ഒരു 5 ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂണ് ക്രീം ചീസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ക്രീം ചീസ് ചേർത്തതിന് ശേഷം പിന്നെ അധികം വേവിക്കണം എന്നില്ല, ഒരു 1 മിനിറ്റൊക്കെ ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് കുനാഫ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു ബേക്കിംഗ് ട്രേയിലോട്ട് ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് കുനാഫ ഡോ ലെയറാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ആദ്യത്തെ ലെയർ ഇങ്ങനെ പരത്തി ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചല്ലോ ഒരു ക്രീം ഫില്ലിങ്, അത് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഈ ക്രീമിൻ്റെ മുകളിലോട്ട് അടുത്ത ലെയർ കുനാഫ ഡോ ഇട്ട് കൊടുക്കുക കേട്ടോ. മെല്ലെ പ്രസ് ചെയ്യാതെ ഇട്ട് കൊടുക്കുക.
ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കുക. ഒരു 150 ഡിഗ്രിയിൽ 20 മിനിറ്റാണ് കേട്ടോ ബേക്കിംഗ് ടൈം. ആ സമയം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. 1 കപ്പ് പഞ്ചസാരയിലോട്ട് 1.5 കപ്പ് വെള്ളം ചേർത്തിട്ട് ഷുഗർ സിറപ്പ് തയ്യാറാക്കുക. ഇനി നമ്മൾ ഷുഗർ സിറപ്പ് ഇതിലോട്ട് ഒഴിക്കുമ്പോൾ കുനാഫയ്ക്കും ചൂടുണ്ടാവണം, ഷുഗർ സിറപ്പിനും ചൂടുണ്ടാവണം കേട്ടോ. അങ്ങനെ വേണം ഷുഗർ സിറപ്പ് ഒഴിക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ പിസ്ത പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള പണി കുനാഫയ്ക്ക്. നല്ല എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്. പിന്നെ നല്ല സ്വീറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരണ്ടേ. അപ്പോൾ ഓക്കെ, ബൈ.